പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു KFC സ്റ്റൈലിൽ ഒരു ബ്രൂസ്റ്റഡ് ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ആവശ്യം, ഞാൻ ഒരു ചിക്കൻ 8ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള ചേരുവകൾ, ആദ്യം ഇതിന് ആവശ്യമായ ഉപ്പ് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ്, അതിനുശേഷം ഒരൽപ്പം ചിക്കൻ മസാല. ഞാൻ ഈസ്റ്റൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതിലേക്ക് സ്വല്പം പാല്, കുറച്ച് മിൽക്കാണ് നമ്മളിതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നല്ല രീതിയിൽ എല്ലായിടത്തും അതിൻ്റെ ഉപ്പും മസാലകളും കൂടി ചേർത്ത രീതി നല്ല രീതിയിൽ കാണിക്കുക. ഇതിനുശേഷം നമുക്കിതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അടുത്ത കൂട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, കട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രൂസ്റ്റഡ് ചിക്കന് എൻ്റെ കൂട്ടിന് വേണ്ടിയിട്ട് അടുത്തത് നമ്മളെടുത്ത് കുറച്ച് മൈദാമാവാണിത്. മൈദാപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് അടുത്തതായി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. ഓക്കെ, ചോളപ്പൊടി. അതിനെ നമുക്ക് കുറച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് വേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി. ഇട്ട് അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അവലാണ്. കുറച്ച് അവൽ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ മുമ്പ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ചിക്കൻ എടുക്കുക. ഏകദേശം ഇത് 1 മണിക്കൂറായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ 2 പീസ് എടുത്ത് ഇതിലേക്ക് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് ഇതിനെ പ്രസ് ചെയ്യുക. കാരണം നമ്മുടെ ഈ മുകളിലത്തെ മാവിൻ്റെ ആ കൂട്ട് അതിലേക്ക് നല്ല പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കി അതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. അത് അടുത്തതായി നമുക്കിതിനെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ കൈകൊണ്ട് പ്രസ് ചെയ്ത് എടുക്കുക. നമുക്കതൊരു പാത്രത്തിലേക്ക് വെക്കാം. കട്ടർ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഓയിലിലേക്ക് ഇതിനെ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ഒരിടക്ക് വെച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇനി 10 മിനിറ്റ് അതിനെ ഒരു സൈഡിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക്
ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ കോരിയെടുക്കാം. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. Okay.